ഹായ് ഫ്രണ്ട്സ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അച്ഛനും മോനും കൂടെ ഒരു ചെറിയ സാധനം മേടിക്കാൻ പോവാം. പുള്ളിക്ക് എന്താ സാധനം മേടിക്കാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. എന്നുവെച്ചാൽ കുറച്ച് ഗപ്പികൾ അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് മീനുകളൊക്കെ ആയിട്ട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ്. പുള്ളി ഒരു ബൂസ്റ്റിൻ്റെ ചെപ്പിലാണ് ഇട്ട് വെച്ചേക്കണം. അപ്പോൾ അത് ചത്തുപോകും. അത് ചത്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒന്ന് ഒരു അക്വേറിയം മേടിക്കാനായിട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, കട്ട പോസ്റ്റാണ്. ഒറ്റയ്ക്കല്ല പോകണമെന്ന് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആളിപ്പോൾ വന്നുണ്ട്. ഇതേന ആള് എന്താ, അതാണ് നമ്മുടെ ഷെറിൻസ് വ്ളോഗ്. കണ്ടില്ലേ? ഇതാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം. അപ്പോൾ ഗൈസ്, ഇതൊരു 6 കിലോ ഉപ്പുകല്ലും പിന്നെ 8 കിലോ ഉപ്പുകല്ലും 6 കിലോ ഉരുളങ്കല്ലും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അക്വേറിയത്തിലിടാൻ. നമുക്ക് പതുക്കെ ഇതെടുത്തിടാം. നിറച്ച് പൊടിയൊക്കെയാണ്. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ബക്കറ്റ് മുങ്ങണത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം നമുക്ക് ഇതിനും കൂടെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ കല്ല് വെള്ളത്തിൽ മുക്കി കഴുകി എടുത്തിട്ടുണ്ട്. കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മാറി വെള്ളം മാറ്റി എടുക്കുകയാണ് നിങ്ങളുടെ വൃത്തിയാക്കാനായിട്ട്. നമ്മളെടുത്ത് അല്ലെങ്കിൽ വെള്ളം കലങ്ങിപ്പോവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു സെറ്റ് ഉപ്പുകല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അക്വേറിയത്തിലേക്ക് ഇടാം. പറയും നമ്മൾ ഇതൊരു പഴയ ടീപ്പോയുടെ പക്കത്താണ് വെച്ചേക്കുന്നത്. വെക്കുമ്പോഴത്തേക്കും ഒന്ന് ലെവലാക്കി വെക്കാനും പിന്നെ അതിൻ്റെ താഴത്തൊരു തെർമോക്കോൾ വെക്കാനും പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പുകല്ല് കംപ്ലീറ്റ് കഴുകി നിറച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇതൊന്ന് ലെവൽ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഉരുളൻകല്ല് മാർബിൾസ് അതിരിക്കും. ഗൈസ്, ഇനിയുള്ളത് ഉരുളൻകല്ലാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി എന്തെങ്കിലുമൊക്കെ പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇടുന്നത്. ഇനി നമുക്ക് അക്വേറിയത്തിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്ത് കല്ലും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ, ചെറിയ കല്ല് നമ്മളൊരു സൈഡിലേക്ക് ചരിച്ചാണ്ടിട്ടാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അഴുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് അറ്റത്തേക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ കല്ല് നിരത്തിയിട്ടിട്ടുണ്ട്. വലിയ കല്ലുകൾ നമ്മൾ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയുള്ളത് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. വെള്ളം നിറയ്ക്കുക. ഗൈസ്, നമ്മളൊരു പാത്രം വെച്ചേക്കാണ്. കാരണം നമ്മൾ നേരത്തെ ഒഴിച്ചപ്പോഴത്തേക്കും കല്ലുകൾ തെറിച്ച് പോയി. ഇപ്പോൾ നമുക്ക് ഒഴിക്കാനൊരു സൗകര്യത്തിന് ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പമ്പിൻ്റെ പണി ഒരുമാതിരി, പമ്പും അക്വേറിയത്തിൻ്റെ പണി ഒരുമാതിരി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ബബിൾസ് താഴത്തേക്ക് വിട്ടിട്ട് പൊക്കത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബബിൾസ് പൊക്കത്തേക്ക് വരുന്തോറും നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളെല്ലാം കൂടെ കല്ലിൻ്റെ അകത്തേക്ക് വരും. കല്ലിൻ്റെ അകത്തേക്ക് വന്നതിന് ശേഷം അതവിടെ ഇരുന്ന് ചീഞ്ഞളിഞ്ഞ് പൊക്കോളും, ഡീകമ്പോസായി പൊക്കോളും. അപ്പം രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, വെള്ളം എയറേറ്റായി നിൽക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് ഡീകമ്പോസ് ചെയ്യാനും ഇത് സഹായിക്കും. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയണതാണ്. നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൈപ്പ് വെള്ളമൊന്നും കൊണ്ടുപോയി ഒഴിക്കരുതിട്ടാരും. മറ്റേ ക്ലോറിൻ വെള്ളമൊന്നും കയറി ഒഴിക്കരുത്. അഥവാ വീട്ടിൽ ക്ലോറിൻ വെള്ളം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ദിവസം പിടിച്ചു വെച്ചതിന് ശേഷം അക്വേറിയത്തിൽ ഒഴിക്കാം. ഒരു ദിവസം ശരിക്കും പിടിച്ചു വെച്ചാൽ മതി എന്നാണ് പറയണത്. പക്ഷേ പറയാൻ പറ്റില്ല. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ആണല്ലോ, എന്തോരം ക്ലോറിൻ കലക്കുന്ന അറിഞ്ഞൂടാ. അപ്പോൾ അതൊന്ന് കോൺസെൻട്രേഷൻ കുറയാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് 2-3 ദിവസം പറഞ്ഞത്. പിന്നെ അതേമാതിരി തന്നെ മീനെ ഇടുമ്പോഴും ശ്രദ്ധിക്കണം. അത് നമുക്ക് മീനെ ഇടുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മോൻ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഗപ്പികൾ. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ക്ലൈമറ്റ് അക്ലമൈസേഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങളെ പിടിച്ച് ഐസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്ന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് മീനിനും. അപ്പോൾ മീൻ ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇവർക്കും അതേമാതിരത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം നമ്മൾ അക്വേറിയത്തിൽ ഇടുന്നതിന് മുമ്പ് ഈ കുപ്പിയിലെ വെള്ളത്തിലെ ടെമ്പറേച്ചറും നമ്മുടെ അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒരേമാതിരി ആവാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, കവറിൽ ഇട്ടിട്ട് കവർ മുക്കി വെള്ളത്തിലിട്ടിട്ടാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി കുപ്പിക്കകത്താണ് ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പരിപാടി ചെയ്യാൻ പോവുകയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. അതിലേക്ക് നമ്മൾ ഗപ്പികളെ പതുക്കെ ഒഴിക്കാം. എനിക്ക് കിട്ടുമോ? ഗൈസ്, നമ്മുടെ ഗപ്പീസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാത്രം നമ്മൾ അക്വേറിയത്തിലേക്ക് ഇറക്കി വെക്കുക. വെറുതെ കുറച്ച് നേരം ഇറക്കി വെക്കുക. എന്താ ഗുണം ഉണ്ടാകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ ചൂടും പാത്രത്തിലെ വെള്ളത്തിൻ്റെ ചൂടും തമ്മിൽ ഒരുവിധം സെയിം ആവും. അതിനുശേഷം നമുക്ക് ഈ ഗപ്പികളെ
ഇതിലേക്ക് ഇറക്കി വിടാം. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അക്വേറിയത്തിലെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാം. 28.3 ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ 28.7 നമ്മുടെ പാത്രത്തിൻ്റെ അകത്തെ ടെമ്പറേച്ചർ. 28.7 ഇവിടെ 28.3. അപ്പം ടോട്ടൽ ഒരു 0.5 ഡിഗ്രീസിൻ്റെ വ്യത്യാസമുണ്ട്. ഇതൊന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാത്രത്തിലിട്ട് സെറ്റ് ചെയ്തത്. ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് 4 ഗോൾഡ് ഫിഷും കൂടി ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബക്കറ്റിൽ ടെമ്പറേച്ചർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 25.8 ഡിഗ്രിയാണ്. കാരണം ഇത് AC റൂമിൽ വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഈ ഗോൾഡ് ഫിഷിനെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ അക്വേറിയത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചത്തുപോകും. കാരണം 2 ഡിഗ്രിയുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ അക്ലമറ്റൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് സെയിം പ്രൊസീജിയർ, ഗപ്പികൾക്ക് നമ്മൾ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇതിനും ചെയ്യും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗോൾഡ് ഫിഷ്. ഇതിനെ നമുക്ക് വെള്ളത്തിൻ്റെ തണുപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ മീനുകളെ ഇതേമാതിരി വെള്ളത്തിൽ 2 പാത്രത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ടെമ്പറേച്ചർ ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ, ഗോൾഡ് ഫിഷിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27.3 ഉയർന്നിട്ടുണ്ട്. നമ്മുടെ അക്വേറിയത്തിലെ ടെമ്പറേച്ചർ 27.4. അതേപോലെ തന്നെ ഗപ്പികളുടെ ടെമ്പറേച്ചറും 27.4. അപ്പോൾ നമുക്ക് ഗപ്പികളെ പതുക്കെ വിടാം. കറക്റ്റ് സമയത്തിന് തന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വന്നുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പരിപാടിയാണ് ചെയ്യുന്നത്. ഗപ്പികളുടെ ഇത് പാത്രം പതുക്കെ ചരിച്ചിട്ട് അവരോട് തന്നെ പൊക്കോളാൻ പറയാറ്. ഒരാൾ പോയി, 2 ആൾ പോയി, 3 ആൾ പോയി, 4 ആൾ പോയി, 5, 6, 7 പേരും പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയപ്പോൾ പുള്ളീനെ വിളിച്ചുകൊണ്ട് വരുന്നത് ആര്, നമ്മുടെ മോനെ. അവനെന്താണ് കാര്യം, എന്താണ് മേടിച്ചേക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പുള്ളി ഇപ്പോൾ ഉത്സവത്തിന് പോകാൻ നിൽക്കുമായിരുന്നു. പുള്ളി ഉത്സവത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ അക്വേറിയം സെറ്റ് ചെയ്തേക്കണേ. പുള്ളി വരാറായിട്ടുണ്ട്. പുള്ളിക്കൊരു സർപ്രൈസാണ്. നമുക്ക് എന്തായാലും പുള്ളിയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണാം. അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് ബാവേ? ബാബേ എങ്ങനെയുണ്ട്? എവിടെ? ഇങ്ങോട്ട് അച്ഛനെ നോക്കി പറ. അച്ഛനെ നോക്കി പറ എങ്ങനെയുണ്ട്?
അപ്പോൾ ഗൈസ് ഇതൊരു 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇന്നലെ ഞാനും ഷെറിനും കൂടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് ഇന്ന് ക്ലീൻ ഷേവ് ഇട്ടാ. അത് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ക്ലീൻ ഷേവ് അടിച്ചാൽ. അപ്പോൾ അജിച്ചേട്ടൻ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് അജിച്ചേട്ടൻ. പുള്ളിയാണ് ഇതിൻ്റെ ഒരു എക്സ്പേർട്ട്. അപ്പോൾ പുള്ളിയുടെ ഗൈഡൻസിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷെറിനും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഷെറിൻ്റെ ഒരു വേറെ വെറൈറ്റി ലുക്ക് കാണണമെങ്കിൽ ഷെറിൻ്റെ ഞാൻ പോയി കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതെ, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേമാതിരി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. തൊട്ടടുത്ത് ഒരു ചെറിയ ബെല്ലൈക്കണം കൂടെ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.